ശ്രീ സോമൻ, അങ്ങ് കേൾക്കുന്നില്ലേ? ഇത് അങ്ങയുടെ മണ്ഡലത്തിലെ ഒരു വോട്ടറുടെ ശബ്ദമാണ്. നേരത്തെ ഞങ്ങൾ കേൾപ്പിച്ചതും മറ്റൊരു വോട്ടറുടെ ശബ്ദമാണ്. ആ ശബ്ദം താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അത് അത്ഭുതകരമായി തോന്നുന്നു എന്നാണ് ഗണേഷ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ താങ്കൾക്ക് ബോധ്യമായില്ലേ ഈ കുഞ്ഞിന്റെ കുടുംബത്തിന് ഈ പ്രതി എന്ന് കരുതുന്നയാളുടെ കുടുംബത്തിൽ നിന്ന് ഭീഷണി ഉണ്ടാവുന്നു, പാർട്ടിക്കോ സർക്കാരിനോ സംരക്ഷണം ഒരുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു? ശ്രീ വാഴു സോമൻ, രണ്ടാമത്തെ ആളിൻ്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാം, ആളിനെയും അറിയാം. പക്ഷേ ആദ്യത്തെ ആളുടെ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടില്ല, എനിക്കറിയില്ല. അമ്മയുടേതാണ് താങ്കൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ട ശബ്ദമായിരുന്നു ശ്രീ വാഴു സോമൻ. കുഞ്ഞിന്റെ അമ്മയുമായിട്ട് എത്രയോ പ്രാവശ്യം കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ശബ്ദം താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി. രണ്ടാമത്തെ ആളുടെ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതിലിപ്പം ഞാൻ എന്താ പറയുക? ആളിനെ കണ്ടാൽ പറയാൻ പറ്റുമായിരുന്നു. അത് കാണിക്കാൻ നിയമപരമായി നമുക്ക് കഴിയില്ലല്ലോ ശ്രീ വാഴു സോമൻ. ഒരാളുടെ സൗണ്ട് എനിക്കും അത് സംബന്ധിച്ച് കാണാതെ പറയുവാൻ തരവില്ലല്ലോ. അതായത് ഈ കുഞ്ഞിന്റെ കുടുംബത്തിന്റെ ശബ്ദം എങ്ങനെ അഭിപ്രായം പറയും? അതായത് താങ്കളുടെ മണ്ഡലത്തിൽ ഇത്രയും അധികം വളരെ കുപ്രസിദ്ധി ആർജിച്ചൊരു കേസിൽ, ഇത്രയും വലിയ ദുരന്തം നടന്നൊരു കേസിലെ ഈ കുഞ്ഞിന്റെ അമ്മയുടെ ശബ്ദം തുടർച്ചയായി താങ്കൾ സംസാരിച്ചിട്ടും താങ്കൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ആ പരാതി പറഞ്ഞത് അവരാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് ശ്രീ വാഴു സോമൻ എം എൽ എക്ക്. ശരി, ആ സംശയം തോന്നുക സ്വാഭാവികമാണ്. അത് താങ്കൾക്ക് ഒരു MLA എന്ന നിലയിൽ തോന്നിയൊരു സംശയം കൂടിയാണ് എന്ന് ഞാൻ പ്രേക്ഷക സമക്ഷം പറയുന്നുവെന്നേ ഉള്ളൂ. അതിൽ ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തില്ല വ്യക്തിപരമായി. കാരണം ശബ്ദം തിരിച്ചറിയുക എന്നുള്ളത് തികച്ചും വ്യക്തിപരമായ ഒരു കാര്യമാണ്. താങ്കൾ പറയുന്നത് തെറ്റില്ല. അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ എന്നെ കൊണ്ടാവില്ല, ഒന്ന്. അതേസമയം രണ്ടാമത് കേട്ട സൗണ്ട് എനിക്കറിയാം, അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്തു. ഇപ്പോൾ താങ്കൾക്ക് ബോധ്യമായില്ലേ ഈ പ്രതിയുടെ കുടുംബത്തിൽ നിന്ന് നിരന്തരമായിട്ട് ഈ കുഞ്ഞിനെ പീഡിപ്പിച്ചയാളെന്ന് സംശയിച്ച് പ്രോസിക്യൂഷൻ മുന്നിൽ നിർത്തിയ പ്രതിയെ പുറത്തുവിടുന്ന സമയത്ത് ലഡുവിതരണം അടക്കമുള്ള മധുരപലഹാര വിതരണം അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുന്നത് താങ്കളുടെ മണ്ഡലത്തിലാണ്. മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ കാര്യത്തിലും MLA സമാധാനം പറഞ്ഞോണമെന്ന് നിങ്ങളല്ലാതെ വേറെ ആരും പറയുകയില്ല. അല്ല, നിങ്ങളുടെ പാർട്ടി അനുഭാവി കൂടിയാണല്ലോ. അത്ഭുതകരമായിരിക്കുന്നു. പാർട്ടി അനുഭാവിയല്ല, പാർട്ടി മെമ്പറാണ്. അതിലെന്താ സംശയിക്കുന്നത്? പാർട്ടി കുടുംബമാണ്, ഒരു സംശയവും ഇല്ല. ഇപ്പോഴും പാർട്ടി മെമ്പറാണ്. സംശയമായിരിക്കുന്നു, പാർട്ടി മെമ്പറാണ്. അതായത് കുഞ്ഞിന് നീതി നിഷേധിക്കപ്പെട്ടതിൽ ലഡുവിതരണം നടത്തിയ ആൾ പാർട്ടി മെമ്പറാണ്. അതിൽ താങ്കൾ അഭിമാനിക്കുന്നു. അതെ. അങ്ങയുടെ പേരെന്താണ്? എൻ്റെ പേര് അരുൺ എന്നാണ്. അങ്ങയുടെ പേരെന്താണ്? അരുൺ. എനിക്കറിയാം, ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. അതായത് ഇവിടുത്തെ കൾച്ചർ, വണ്ടിപ്പെരിയാറിലെ കൾച്ചർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ തമിഴ് കൾച്ചറാണ്. ഇവിടെ ചില പ്രത്യേകതകളുണ്ട്. അത് നമ്മുടെ കോട്ടയത്തെയോ അല്ലെങ്കിൽ ആലപ്പുഴയിലെയോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലെയോ പ്രത്യേകതയല്ല. ദയവായിട്ട് അത് മനസ്സിലാക്കുക. ഇവിടുത്തെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൽ ഈ പറയുന്ന ആളുകളെല്ലാം, വാദിയും പ്രതിയും അടക്കം എല്ലാവരും ഒരു കുടുംബക്കാരാണ്. ഇതേ വീട്ടിലെ ഒരു കോൺഗ്രസ് നേതാവുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന നേതാവ്. ഇതേ കുടുംബത്തിലെ ഈ മരിച്ച കണ്ണൻ്റെ സഹോദരിയാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, കോൺഗ്രസ് കുടുംബമാണ്. അതേ വീട്ടിൽ തന്നെ ഇപ്പോൾ BJP കുടുംബവും ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഒരേ കുടുംബമാണ്. അത് പാർട്ടി വിഷയമായിട്ട് കാണുന്നതാണ് തെറ്റ്. ഇത് കുടുംബപരമായ പ്രശ്നങ്ങളാണ്, പാർട്ടി പ്രശ്നമല്ല. പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങളില്ല. പാർട്ടിപരമായി അവർക്ക് കേസിന് നടത്തിപ്പിന് ഞങ്ങൾ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. അല്ല, ആ ഒത്താശ ചെയ്തതാണ് ഇപ്പോൾ കണ്ടത്. അത് യഥാർത്ഥത്തിൽ ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി കോൺഗ്രസ്സുകാർ ഇറങ്ങി തിരിച്ചതിൽ എനിക്ക് അത്ഭുതമേ ഉള്ളൂ.
പിന്നെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഒരു പ്രതിപക്ഷം ഒരു ഇന്നത്തെ കുഞ്ഞിന് ദിവസം നീതി തന്നെ നിഷേധിക്കപ്പെടുമ്പോൾ choose ചെയ്ത പ്രോസിക്യൂഷൻ അമ്പയെ പരാജയപ്പെട്ടുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് അലംഭാവം സംഭവിച്ചുവെന്നും പാളിച്ച സംഭവിച്ചുവെന്നും ഒരു കോടതിയിലെ ജഡ്ജി 4 പേജിൽ ഇങ്ങനെ ആ പാളിച്ചകളുടെ ഒരു ലിസ്റ്റാക്കി വെക്കുമ്പോൾ പ്രതിപക്ഷത്തിന് പിന്നെ മറ്റെന്താണ് ചെയ്യേണ്ടത്? പ്രതിപക്ഷം ആ വിധിയിൽ സന്തോഷിച്ച് കുഞ്ഞിന് നീതി നിഷേധിക്കപ്പെട്ടതിൽ സന്തോഷിച്ച് വാഴുസോമൻ, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. ഇന്ന് ആ പ്രതിപക്ഷം സംഘടിപ്പിച്ചിരിക്കുന്ന സ്ത്രീജ്വാല എന്ന് പറയുന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ, അമ്മമാരാണ് പങ്കെടുത്തത്. അവർ പങ്കെടുത്ത് ചോദിക്കുകയാണ്, ഈ സർക്കാരാണോ ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത്? ഇരയ്ക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്നില്ല, ഇരയുടെ കുടുംബത്തിന് സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ടി വിയിൽ മിസ്റ്റർ അരുൺ, നിങ്ങൾ ടി വിയിൽ ആയിരക്കണക്കിനെന്ന് പറഞ്ഞതുകൊണ്ട് 1000 ഒന്നും ആവില്ല. ഞാൻ അതിലെ പാസ് ചെയ്താൽ ഇപ്പം എൻ്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ ചാനലുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ അത് ഇങ്ങനെയൊക്കെ പ്രചരണം നടത്താതെ, ഈ കള്ളപ്രചരണം ഒന്നും ഇവിടെ ഏക്കിയല്ല. ഇവിടെ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം ഞായറാഴ്ച ദിവസമാണ്. ഇവിടുത്തെ ടൗണിലെ മുഴുവൻ ആളുകളും മാർക്കറ്റിൽ വരുന്ന ദിവസമാണ്. അത് വലിയ ക്രൗഡുള്ള ദിവസമാണ്. അതിൻ്റെ കൂടെയാണ് 10,000കണക്കിന് സ്വാമിമാർ പോകുന്ന ഈ റൂട്ട് ഇന്ന് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുകയാണ്? കോൺഗ്രസിൻ്റെ ഈ പരിപാടി കൊണ്ട് മുടങ്ങാച്ചത്. കോൺഗ്രസിൻ്റെ ആളുകൾ വന്നത് ജില്ലയിൽ നിന്ന് മുഴുവനുമാണ്. ജില്ലയിലെ മുഴുവൻ ആളുകളുമാണ് വന്നത്. അത് ഈ 1000 ഒന്നും ഇല്ല. ഇന്നലെ അവിടെ പ്രകടനം നടന്നിട്ടുണ്ട്, അതിൽ കൂടുതൽ ആളുകൾ. 2 ആഴ്ച മുമ്പേ അതിനു മുമ്പേ നടന്നു. ശരി, അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ്സുകാരാണ്. പക്ഷേ ഞങ്ങൾ കണ്ടപ്പോൾ താരതമ്യേന ഭേദപ്പെട്ട ക്രൗഡ് ഇവിടെ ഉണ്ടായിരുന്നു. വണ്ടിപ്പെരിയാർ പോലെയുള്ള ഒരു ടൗണിൽ ഒരു വലിയ ആൾക്കൂട്ടത്തെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് മറുപടി പറയേണ്ടത് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ വാഴുസോമൻ.